ഓക്കെ, സ്നേഹമുള്ളവരെ, നമ്മുടെ സുറിയാനിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കൂസായ റൂക്കഹ റൂളുകളുടെ കൂസായ എന്ന് പറയുന്ന ഭാഗങ്ങളായിരുന്നു. എല്ലാവരും അത് ഓർമ്മിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബഗ്ദഗപസ് എന്ന പേരിൽ അറിയപ്പെടുന്ന 6 അക്ഷരങ്ങളുടെ ഹാർഡ് സോഫ്റ്റ് ഉച്ചാരണം വരുന്ന രീതികളെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കൂസായ റൂളിന്റെ 3 റൂളുകൾ ആണ് പ്രധാനമായിട്ടും കണ്ടത്. ഒന്നാമത്തെ റൂള്, 3 റൂളുകൾ ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ റൂള്, ഏതെങ്കിലും ഒരു അക്ഷരം ആരംഭിക്കുന്നത് അല്ല ഏതെങ്കിലും ഒരു വാക്ക് ആരംഭിക്കുന്നത് ബഗ്ദഗപസിലെ ഒരു അക്ഷരം വെച്ച് ആണെങ്കിൽ അത് എപ്പോഴും ഹാർഡ് ഉച്ചാരണമായിരിക്കും. ബഗ്ദഗപസിലെ അക്ഷരത്തിന് ഹാർഡ് ഉച്ചാരണമായിരിക്കും. ഒന്നുകൂടെ പറയാം, ഏതെങ്കിലും ഒരു വാക്ക് ആരംഭിക്കുന്നത് ബഗ്ദഗപസിലെ അക്ഷരം വെച്ചാണെങ്കിൽ ആ ബഗ്ദഗപസിലെ അക്ഷരത്തിന് എപ്പോഴും ഹാർഡ് ഉച്ചാരണമായിരിക്കും. ഉദാഹരണം, ബൈത്ത എന്ന് പറയുന്നതിന്റെ അകത്ത് ബേസ് ഹാർഡ് ഉച്ചാരണമാണ്. രണ്ടാമത്തെ റൂൾ, ഡബിളിങ് എന്ന് മറ്റൊരു പേരിൽ നമ്മൾ പറഞ്ഞു. ബഗ്ദഗപസിലെ ഒരു അക്ഷരത്തിന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരത്തിന് ഷോർട്ട് വവൽ ആണെങ്കിൽ ബഗ്ദഗപസിലെ അക്ഷരം ഇരട്ടിപ്പിക്കും. ഉദാഹരണം നമ്മളത് കണ്ടത് റംബ എന്നുള്ളതായിരുന്നു. റംബ, അവിടെ ബഗ്ദഗപസിലെ അക്ഷരം ബേസ് ആണ്. ബേസ് അതിന് മുമ്പ് കിടക്കുന്ന അക്ഷരത്തിന് ഷോർട്ട് വവൽ ആയതുകൊണ്ട് റേഷന് ഷോർട്ട് വവലാണ്. അതോടൊപ്പം തന്നെ ബഗ്ദഗപസിലെ അക്ഷരത്തിന് വവൽ ഉണ്ടാവുകയും ചെയ്യും. മിക്കവാറും ലോങ് വവൽ ആയിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബഗ്ദഗപസിലെ അക്ഷരം ഇരട്ടിപ്പിക്കും. മൂന്നാമത്തെ റൂള് നമ്മൾ കണ്ടത്, ബഗ്ദഗപസിലെ ഒരു അക്ഷരത്തിന് മുമ്പ് വവലില്ലാത്ത ഒരു അക്ഷരം വരികയും അത് ഇടയിൽ കിടക്കുകയും ചെയ്യുന്ന അക്ഷരമാണെങ്കിൽ ബഗ്ദഗപസിലെ അക്ഷരം ഇരട്ടിപ്പിക്കും, ഹാർഡായിട്ട് ഉച്ചരിക്കും. അതായിരുന്നു മൂന്നാമത്തെ നിയമം. ഉദാഹരണം മൽക്കായാണ്. മൽക്കായിലെ കാപ്പാണ് ബഗ്ദഗപസിലെ അക്ഷരം. അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന അക്ഷരം ലാമതാണ്. ലാമതിന് വവലില്ല, അത് ഇടയ്ക്ക് കിടക്കുന്ന അക്ഷരമാണ്. അതുകൊണ്ട് അത് ഹാർഡ്, ബഗ്ദഗപസിലെ അക്ഷരമായ കാപ്പ് ഹാർഡായിട്ട് ഉച്ചരിക്കുന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും റൂക്കാഹ, അതായത് സോഫ്റ്റ് ഉച്ചാരണങ്ങൾ വരുന്ന രീതികളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. 5 നിയമങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അതിൽ ആദ്യത്തെ 2 നിയമങ്ങള് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി പോലെ, നമ്മുടെ ഡബിളിങ്ങിലെ വാക്കുമായിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, കൂടുതലായിട്ട് എളുപ്പമാവുകയുള്ളൂ. അതുകൊണ്ട് അത് കാണാം. നമ്മൾ ഡബിളിങ്ങിലെ റംബ എന്ന് പറയുന്ന വാക്ക് എഴുതിയിടുവാണ്. ഇതാണ് ഡബിളിങ്ങിലെ റംബ എന്ന് പറയുന്ന വാക്ക്. അതിലെ ബേസാണ് നമ്മുടെ നിയമം അനുസരിച്ച് വരുന്നത്. ബേസ് ഇരട്ടിപ്പിക്കുകയാണ്, റംബ എന്നാക്കുകയാണ്. അതിന് കാരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് മുമ്പ് കിടക്കുന്ന അക്ഷരമായ റേഷിന് ആ വവല് വന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ സോഫ്റ്റിന്റെ ബാക്കി നിയമങ്ങൾ പഠിക്കുന്നത്. സോഫ്റ്റിന്റെ ഒന്നാമത്തെ നിയമം, ബഗ്ദഗപസ്, ഞാൻ വാക്ക് എഴുതുകയാണ്. സൈന്, ബേസിന് സോഫ്റ്റ് വവല് വരുന്നു. നുന്ന് എഴുതുന്നു, നുന്നിന് ആ വരുന്നു, ആലപ്പെടുന്നു. ടൈം എന്നാണ് ഇതിന്റെ അർത്ഥം. ടൈം, സവന, ടൈം, സവന. ഓക്കെ, ഇവിടെ നമ്മുടെ ബഗ്ദഗപസിലെ അക്ഷരം സോഫ്റ്റ് ആകുന്നതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം. ഇവിടെ ബഗ്ദഗപസിലെ അക്ഷരം എന്ന് പറയുന്നത് ഇതാണ്, ബേസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ഇവിടെ ബേസിന് വവ്വലില്ല, ഇവിടെ ബേസിന് വവ്വലുണ്ട്, ആ വവ്വല് വന്നിട്ടുണ്ട്. ബാക്കി അതിന് തൊട്ട് മുമ്പ് റേഷൻ ഇവിടെ ഷോർട്ട് വവലാണ്, ഇവിടെ സൈനിന് ഷോർട്ട് വവലാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഈ സോഫ്റ്റ് ആക്കുമ്പോൾ ഇവിടെ ഷോർട്ട് വവൽ മാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ ഷോർട്ടോ ലോങ്ങോ ഏത് വേണേലും ആകാം. പക്ഷേ ബഗ്ദഗപസിലെ അക്ഷരത്തിന് വവലില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ
ബഗുദഗബസിലെ അക്ഷരം സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കും. അതാണ് നമ്മുടെ നിയമം. ഇവിടെയും ഇവിടെ പക്ഷെ മസ്റ്റ് ആയിട്ടും ഷോർട്ട് വവൽ മാത്രമേ പാടുള്ളൂ. ഇവിടെ ലോങ് വവൽ വരത്തില്ല. ലോങ് വവൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ നിയമം ഇതുപോലെ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഷോർട്ട് വവൽ മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രത്യേകത ബഗുദഗബസിന് ലോങ് വവൽ ഉണ്ട് എന്നുള്ളതാണ്. ബഗുദഗബസിന് മസ്റ്റ് ആയിട്ടും ലോങ് വവൽ ഉണ്ട്. അതിന് തൊട്ടുമുമ്പ് കിടക്കുന്ന അക്ഷരത്തിന് ഇവിടെ റംബായില് ഷോർട്ട് വവൽ ആയിരിക്കും. ഇവിടെ ബഗുദഗബസിന് വവൽ ഇല്ല. അതിന് തൊട്ടുമുമ്പ് കിടക്കുന്ന അക്ഷരത്തിന് ലോങ്ങോ ഷോർട്ടോ ഏത് വേണേലും ആകാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് സവന എന്നായിരിക്കും ഉച്ചരിക്കുന്നത്. സവന, ഒരിക്കലും സബന എന്ന് പറയല്ല. സബന അല്ല, സവന ടൈപ്പ്. അതാണ് അതിന്റെ അർത്ഥം. ഇതാണ് ഹാർഡും സോഫ്റ്റും രണ്ട് വാക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. ഇത് സവന. ഒരു വാക്ക് കൂടി എഴുതിയിടാം. സമക്കസ്, ബേസിന് സോഫ്റ്റ് വന്നു. ഇത് തുടർന്ന് റേഷിന് ആ വവൽ വന്നു. ഇത് സൗറ. ഹോപ്പ് എന്താണ് സൗറയുടെ അർത്ഥം? ഹോപ്പ്. ഇവിടെയും ബേസാണ്. ബേസിന് വവലില്ല എന്നുള്ളതാണ് അതിന്റെ അകത്തെ മെയിൻ ഹൈലൈറ്റ്. അതിന് തൊട്ടുമുമ്പ് കിടക്കുന്ന അക്ഷരത്തിന് ഷോർട്ട് വവലോ ലോങ് വവലോ ആകാം. ഇവിടെ ഷോർട്ട് വവലാണ്. അതുകൊണ്ട് ഇത് സബ്ര എന്ന് പറയല്ല, സൗറ എന്നായിരിക്കും പറയുന്നത്. സൗറ. ഓക്കെ, അപ്പൊ ഇതാണ് റൂക്കാഹ അല്ലെങ്കിൽ സോഫ്റ്റ് ഉച്ചാരണം വരുന്നതിന്റെ ആദ്യത്തെ നിയമം ഇതാണ്. രണ്ടാമത്തെ നിയമവും ഈ റംബായുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ നിയമത്തിൽ ഈ റംബ എന്ന് പറയുന്ന വാക്കിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തെ നിയമത്തിന്റെ അകത്തെ ഒരു ഉദാഹരണം എഴുതിയിടാം. നമുക്ക് താവ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗുഡ് എന്ന് പറയുന്ന സുറിയാനി വാക്കാണ് താവ. ഇവിടെയും ബഗുദഗബസിലെ അക്ഷരം എന്ന് പറയുന്നത് ബേസ് തന്നെയാണ്, ബേസാണ്. പക്ഷെ ഇവിടെ പ്രത്യേകത ബേസിന് വവ്വല് വന്നു. അതായത് റംബായ്ക്കകത്ത് കാണുന്ന പോലെ തന്നെ ബേസിന് വവ്വല് വന്നു. പക്ഷെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഷോർട്ട് വവ്വല് വന്നു, ഇവിടെ ലോങ് വവ്വല് വന്നു. റംബായ്ക്കകത്ത് ബഗുദഗബസിലെ അക്ഷരത്തിന് ലോങ് വവ്വല് വന്നെങ്കിലും അതിന് തൊട്ട് മുമ്പിലെ അക്ഷരമായ റേഷിന് ഷോർട്ട് വവലാണ്. ഇവിടുത്തെ പ്രത്യേകത ബഗുദഗബസിന് ലോങ് വവൽ വന്നെങ്കിലും അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന അക്ഷരത്തിന് ലോങ് വവൽ ആയിരിക്കും. അതാണ് ലോങ് വവൽ മസ്റ്റ് ആയിരിക്കും. അതേസമയം ഇവിടെ ഷോർട്ട് വവൽ ആയിരുന്നെങ്കിൽ ഇത് തമ്പ എന്നൊക്കെ മാറിപ്പോയേനെ, റംബ പോലെ ആയിപ്പോയേനെ. ഇവിടെ തേത്തിന് ലോങ് വവൽ ആണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ ഇത് താവ എന്നാണ് ഉച്ചരിക്കുന്നത്. താവ. മറ്റൊരു വാക്ക് കൊണ്ട് എഴുതിയിടാം. ഓൾഡ് മാൻ എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന സുറിയാനി വാക്കാണ്. സാവ എന്നാണ്. ഇവിടെയും നമ്മൾ കണ്ട നിയമപ്രകാരം ബഗുദഗബസിലെ അക്ഷരത്തിന് ലോങ് വവൽ വന്നു. അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന അക്ഷരത്തിന് ലോങ് വവല് വീണ്ടും വന്നു. റംബ പോലെ തന്നെ, പക്ഷെ റംബയിലെ റേഷിന് ഷോർട്ട് വവലാണ്. ഇവിടെ സാവായ്ക്കകത്ത് സമക്കസിന് ലോങ് വവലാണ്. അതുകൊണ്ട് സാവ എന്ന് ഉച്ചരിക്കും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ നിയമം. ഹാർഡ് ഉച്ചാരണം വരുന്നതിന് സോഫ്റ്റ് ഉച്ചാരണം റൂക്കാഹയിലെ മൂന്നാമത്തെ നിയമം. വാക്ക് എഴുതിയിടാം. ഇനിയിപ്പോ നമുക്ക് റംബയുടെ ആവശ്യം വരുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള 3 നിയമങ്ങളും കൂടിയാണ്. ഓക്കെ, വാക്ക് എഴുതിയിടാം.
ഓക്കെ, വാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്വീൻ, രാജ്ഞി എന്ന് പറയുന്ന വാക്കിന്റെ സുറിയാനി പദമാണ് മൽക്കുസ. നമ്മള് ഇതിന്റെ മറ്റൊരു മാസ്കുലിൻ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൽക്ക ആണ് രാജാവ്. അതിന്റെ അറ്റത്ത് ഫെമിനിൻ ചേർക്കുന്ന നിയമം പിന്നെ നമ്മൾ കാണുന്നുണ്ട്, അതുകൊണ്ട് അത് പിന്നെ വിശദീകരിച്ചോളാം. ഇത് ഉച്ചരിക്കുന്നത് മൽക്കുസ എന്നാണ്. ഈ നിയമപ്രകാരം ബഗദക പസിലെ അക്ഷരത്തിന് തൊട്ട് മുമ്പ്, ഇതാണ് ബഗദക പസിലെ അക്ഷരം, അതിന് തൊട്ട് മുമ്പ് വവ്വലില്ലാത്ത 2 അക്ഷരങ്ങൾ വന്നാൽ ബഗദക പസിലെ അക്ഷരം സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. മലയാളത്തില് കൃത്യമായിട്ട് പറയാം, ബഗദക പസിലെ ഒരു അക്ഷരത്തിന് തൊട്ട് മുമ്പ് വവ്വലില്ലാത്ത 2 അക്ഷരം വരികയാണെങ്കിൽ ബഗദക പസിലെ അക്ഷരം സോഫ്റ്റ് ആയിരിക്കും. ഇതാണ് മൂന്നാമത്തെ നിയമം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് 4ാമത്തെ നിയമമാണ്. ഉദാഹരണം എഴുതിയിടാം. എൻഡ് അല്ലെങ്കിൽ സൈൻ എന്നൊക്കെ പറയുന്ന അർത്ഥം കിട്ടുന്ന സുറിയാനി വാക്കാണ് ഹ്വാല എന്ന് പറയും. ഹ്വാല, ഹ്വാല. ഇവിടെ ഈ റൂള്, 4ാമത്തെ റൂളില് ശ്രദ്ധിക്കേണ്ട കാര്യം, ബഗദക പസ്സിന് വവ്വൽ പൊതുവെ ഉണ്ടാകും. അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന അക്ഷരത്തിന് വവ്വൽ ഉണ്ടാകാൻ പാടില്ല. അത് തുടക്കത്തിൽ കിടക്കുന്ന അക്ഷരവുമായിരിക്കണം. ഒരു വാക്കിന്റെ തുടക്കത്തിൽ കിടക്കുന്ന അക്ഷരവും കൂടി ആയിരിക്കണം. ഇവിടെ ഹേത്താണ്, ഹേത്തിന് വവ്വലില്ല, അത് ആരംഭത്തിൽ വന്നിരിക്കുകയാണ്, ഒരു വാക്കിന്റെ ആരംഭത്തിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ബഗദക പസ്സിലെ അക്ഷരം സോഫ്റ്റ് ആയിരിക്കും. അതാണ് നിയമം. എന്നോട് പറയാം, ബഗദക പസ്സിലെ ഒരു അക്ഷരത്തിന് മുമ്പ് വവ്വലില്ലാത്തതും ആരംഭത്തിൽ കിടക്കുന്നതുമായ ഒരു അക്ഷരം വരികയാണെങ്കിൽ ബഗദക പസ്സിലെ അക്ഷരം സോഫ്റ്റ് ആയിരിക്കും. ഹ്വാല, ഹ്വാല. സോറി, ഇതിന്റെ അർത്ഥം എൻഡ് എന്നല്ല, ഡിസ്ട്രക്ഷൻ എന്നാണ്. ഡിസ്ട്രക്ഷൻ, ഡിസ്ട്രക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഡിസ്ട്രക്ഷൻ, ഡിസ്ട്രക്ഷൻ. എൻഡ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഇത് മറ്റൊരു വാക്കാണ്, അതും കൂടെ എഴുതിയിടാം. ഹ്സാമ, ഇതാണ് എൻഡ്. എൻഡ് അല്ലെങ്കിൽ സൈൻ എന്നുള്ള അർത്ഥമൊക്കെ വരുന്നത് ഇതാണ്. ഇവിടെയും ബഗദക പസ്സിലെ അക്ഷരം താവ്, താവിന് തൊട്ട് മുമ്പ് വവ്വലില്ലാത്തതും ആരംഭത്തിൽ കിടക്കുന്നതുമായ ഒരു അക്ഷരമായ ഹേത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ ഹ്സാമ, ഹ്സാമ എന്ന്. ഹ്സാമ അല്ല, ഹ്സാമ. ഓക്കെ, അപ്പൊ 4 റൂളുകൾ കഴിഞ്ഞു. 5ാമത്തെ റൂള്, അവസാനത്തെ റൂള്. ഞാൻ വാക്ക് ഒരെണ്ണം എഴുതിയിടാം. ഓക്കെ, ഈ വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് തെസ്ബോഹത്ത എന്നാണ്. തെസ്ബോഹത്ത, തെസ്ബോഹത്ത. അപ്പൊ ഇത് നമ്മുടെ ഹാർഡ് ഉച്ചാരണത്തിനകത്തെ 1ാമത്തെ റൂൾ അനുസരിച്ച് വാക്കിന്റെ ആരംഭത്തിൽ ബഗദക പസ്സിലെ അക്ഷരം വരുവാണെങ്കിൽ ഹാർഡായിട്ട് ഉച്ചരിക്ക് തുടങ്ങണമെന്നാണ്. അപ്പൊ ഇത് വായിക്കുവാണെങ്കിൽ തെസ്ബോഹത്ത എന്നാണ് പറയുന്നത്.
പക്ഷെ ഇവിടുത്തെ ഈ നിയമം അനുസരിച്ച് നമ്മൾ സോഫ്റ്റ് ആക്കുന്നതിന്റെ അകത്ത് പുതിയ ഒരു കാര്യം കാണുകയാണ്. ബഗദഗപസ് പോലെ തന്നെ നിൽക്കുന്ന മറ്റൊരു കോമ്പിനേഷൻ വാക്കാണ് ബദോൽ എന്ന് പറയും. ബദോല്, അതായത് ബേസ്, ദാലസ്, വാവ്, ലാമർ. സുറിയാനി ഭാഷയിൽ ഈ ബദോൽ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസ് ആണ്. നമുക്ക് ഒരുപാട് പ്രപ്പോസിഷൻസ് അറിയാം. ഇംഗ്ലീഷില് ഇന്ന്, അറ്റ്, ടു, പിന്നെ ഫോർ, ഓഫ്, ഇതെല്ലാം ഇംഗ്ലീഷിലെ പ്രപ്പോസിഷൻസ് ആണ്. അപ്പോൾ സുറിയാനിയില് ഈ പ്രപ്പോസിഷൻസിനെല്ലാം പിന്നെ നമ്മൾ വിശദമായിട്ട് കാണുന്നുണ്ട്. ഓരോ വാക്കും ഓരോ പ്രപ്പോസിഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് ബദോല് എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ കാണുന്നു. ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒറിജിനൽ വാക്കിന്റെ മുമ്പ് വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ ഞാൻ വാവ് ഇടുകയാണ്. വാവ് ഇട്ട് കഴിഞ്ഞാല് തശ്ബോഗത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് സ്തുതി എന്ന് പറയുന്ന അർത്ഥം വരുന്ന, പ്രേസ് എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന വാക്കാണ് തശ്ബോഗത്ത. അതിന് മുമ്പ് വാവോ അല്ലെങ്കിൽ ബേസോ അല്ലെങ്കിൽ ദാലസോ അല്ലെങ്കിൽ ലാമതോ, ഈ അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം വന്നാല് ഈ ഒറിജിനൽ വാക്കിലെ ബഗദഗപസിന്റെ ആ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന വാക്ക് സോഫ്റ്റ് ആയി പോകും. അങ്ങനെ വരുമ്പോൾ ഇത് ഉ സെഷ്ബോഹത്ത എന്ന് ഉച്ചരിക്കേണ്ടി വരും. ഉ സെഷ്ബോഹത്ത. അപ്പൊ വാവിന്റെ സ്ഥാനത്ത് ഇവിടെ ബേസ് ആണെങ്കിൽ ബ് സെഷ്ബോഹത്തായാകും, ദാലസ് ആണെങ്കിൽ ദ സെഷ്ബോഹത്തായാകും, ലാമതാണെങ്കിൽ ല് സെഷ്ബോഹത്തായാകും. അതാണ് പ്രത്യേകത. അപ്പൊ റൂള് ഇപ്രകാരമേ ഉള്ളൂ. ബഗദഗപസിലെ ഒരു അക്ഷരത്തിന് തൊട്ട് മുമ്പ് ബദോലിൽ നിന്ന് ഒരു അക്ഷരം വെച്ച് ഒരു വാക്ക് ആരംഭിച്ചാൽ ബഗദഗപസിലെ അക്ഷരം സോഫ്റ്റ് ആയിട്ട് മാറും. ഇതാണ് ബഗദഗപസിലെ അക്ഷരം താവ്. അത് സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കത്തുള്ളൂ. ഒന്നോടെ പറയാം. ബഗദഗപസിലെ ഒരു അക്ഷരത്തിന് മുമ്പ് ബദോലിൽ നിന്ന് ഒരു അക്ഷരം വെച്ച് ഒരു വാക്ക് ആരംഭിച്ചാൽ ബഗദഗപസിലെ അക്ഷരം സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ മറ്റൊരു ചോദ്യം വരാം. ഇതിപ്പം എ വവലാണ്, താവിന്റെ അടിയിൽ എ വവലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ സോഫ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കുത്തും കൂടെ ആവശ്യമില്ലേ എന്ന് നമുക്ക് ചോദിക്കാം വേണമെങ്കിൽ. പൊതുവെ 3 കുത്തുകൾ ഇട്ട് ഒരു കുത്തും കൂടെ ഇട്ട് 3 കുത്താക്കുന്ന ഒരു ശൈലി പൊതുവെ കാണുന്നില്ല. നമ്മളിത് കാണുമ്പോൾ തന്നെ ഇവിടെ വാവേലോ ബേസേലോ ദാലസേലോ ലാമതയിലോ ആരംഭിക്കുന്ന വാക്കെന്ന നിലയിൽ താവിന് നമ്മൾ സെ എന്ന് തന്നെ ഉച്ചരിച്ചാൽ മാത്രം മതി. മൂന്നാമത് ഒരു കുത്ത് ഇടുന്ന രീതി സുറിയാനിയിൽ പൊതുവെ കാണാറില്ല. അതുകൊണ്ട് 2 കുത്തേ കാണുകയുള്ളൂ. പക്ഷെ അത് നമ്മൾ സെ എന്ന് ഉച്ചരിച്ച് തുടങ്ങണം. അപ്പോൾ ഇത് ഊ സെസ് ബോഗത്ത. ഇവിടെ വാവിന്റെ സ്ഥാനത്ത് ബേസ് ആണെങ്കിൽ ബേസും ഈ പ്രകാരം തന്നെ ഇടാം. ബ സെസ് ബോഗത്ത എന്ന് വെച്ചു. ഇതാണ് 5ാമത്തെ നിയമം. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ഉച്ചാരണം വരുന്ന 5 നിയമങ്ങളും നമ്മൾ കണ്ടു. വളരെ നിസ്സാരമായിട്ടുള്ള ഉച്ചാരണ രീതികളാണ്. നിയമങ്ങളും ഏറെക്കുറെ എളുപ്പമാണ്. എങ്കിലും 1-2 ഇച്ചിരി ബുദ്ധിമുട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഉച്ചരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു ടെസ്റ്റ് ഒക്കെ നമ്മുടെ കിട്ടുമ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതെല്ലാം അതേപടി കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിക്കവാറും സോഫ്റ്റിന്റെ കുത്ത് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ അക്ഷരത്തിന്റെ അടിയിൽ സോഫ്റ്റ് കുത്ത് മിക്കവാറും ഉണ്ടാകും. അതുകൊണ്ട് ഉച്ചരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരികയില്ല. സോഫ്റ്റ് കുത്ത് കണ്ടില്ലെങ്കിൽ അത് ഹാർഡായിട്ട് ഉച്ചരിക്കുന്ന രീതിയാണ് നമുക്കുള്ളത്. സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കണമെങ്കിൽ ആ വാക്കിന്റെ അടിയിൽ എപ്പോഴും ഒരു കുത്ത്, പേ ആണെങ്കിൽ പേയുടെ അടിയിൽ ചന്ദ്രക്കല അതുണ്ടായിരിക്കും. പിന്നെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ ഈ സച്ച് ബോഗത്താക്കി എഴുതിയിരിക്കുന്നത് പോലെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് ഈ റൂൾ വെച്ച് നമ്മൾ മനസ്സിലാക്കി പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്
കൂസായ ആൻഡ് റൂക്കഹ റൂളുകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഒരു കാര്യം കൂടെ ഇന്ന് കണ്ട് നമ്മുടെ അവസാനിപ്പിക്കാം. അത് അതിന്റെ പേര് ഇപ്രകാരമാണ്, ഒക്കൾട്ടേഷൻ എന്നാണ് അതിന്റെ പേര്. ഒക്കൾട്ടേഷൻ. ഒക്കൾട്ടേഷൻ അതായത് ഒക്കൾട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഒക്കൾട്ട് ഒഴിവാക്കുന്ന പരിപാടിയാണ്. എവിടെയാണ് ഒഴിവാക്കുന്നത് എന്നുള്ളത് പറയാം. ഒരു ഉദാഹരണം എഴുതിയിടാം. ഓക്കെ, ഇതിന്റെ അർത്ഥം മിസ്റ്ററി എന്നാണ്. മിസ്റ്ററി. മിസ്റ്ററി അതായത് ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ മുകളിൽ ചെരിച്ച് ഒരു വര ഉണ്ടെങ്കിൽ ആ അക്ഷരം ഉച്ചരിക്കുകയില്ല. ഇതാണ് ഒക്കൾട്ടേഷൻ എന്ന് പറയുന്ന നിയമം. ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ മുകളിൽ ചെരിച്ച് ഒരു വര ഉണ്ടെങ്കിൽ അത് ഉച്ചരിക്കുകയില്ല. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഉച്ചരിക്കേണ്ടത് റാസ എന്നാണ്. റാസ. ആ റാസ എന്നായി പോകരുത്, റാസായ. ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ മുകളിൽ ചെരിച്ച് ഒരു വര ഉണ്ടെങ്കിൽ ആ അക്ഷരം ഉച്ചരിക്കത്തില്ല, ഒക്കൾട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒക്കൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് റാസ. ഒരു വാക്കും കൂടെ എഴുതിയിടാം. ഓക്കെ, ഇവിടെ നുന്നിന്റെ മുകളിലാണ് ചെരിച്ച് വരയിട്ടിരിക്കുന്നത്. അപ്പോൾ നുന്ന് ഉച്ചരിക്കാൻ പാടില്ല. ബാക്കി രണ്ടക്ഷരങ്ങൾ വെച്ച് ഉച്ചരിക്കണം. ഇത് അൻപെന്നല്ല, അത്ത് എന്ന് ഉച്ചരിക്കണം. അത്ത്. അത്ത്. ഇതിന്റെ അർത്ഥം, ഇത് പേഴ്സണൽ പ്രൊനൗൺ ആണ്. യു എന്ന് പറയുന്ന അർത്ഥം കിട്ടുന്ന, നീ എന്ന് പറയുന്ന അർത്ഥം. പേഴ്സണൽ പ്രൊനൗൺ നമുക്ക് അറിയാമായിരിക്കും ഒരു പക്ഷെ. ഐ, യു, ഹി, ഷീ, ഇറ്റ്. പ്ലൂറലൊക്കെ വരുമ്പോൾ വി, യു, ദേ എന്നൊക്കെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസ് കാണുന്നത്. അങ്ങനെ അപ്രകാരം ഒരു പേഴ്സണൽ പ്രൊനൗൺ ആണ് ഈ വാക്ക്. യു എന്നുള്ള സിംഗുലറിലെ യു എന്ന് പറയുന്ന അർത്ഥം കിട്ടുന്ന സുറിയാനി വാക്കാണ് അത്ത്. അത്ത്. അപ്പോൾ ഈ നിയമമാണ് ഒക്കൾട്ടേഷൻ എന്ന് പറയുന്നത്. യു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും റൂക്കാഹായിലെ 5 നിയമങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും ഒക്കൾട്ടേഷൻ എന്ന് പറയുന്ന നിയമവുമാണ് കണ്ടത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.